Hi friends, എല്ലാവർക്കും സുമാക്കി കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഗറ്റി റെസിപ്പിയാണ്. അതായത് സ്പെഗറ്റി അഗ്ലിയോ. അതൊരു ഇറ്റാലിയൻ ഡിഷാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത്. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് സ്പെഗറ്റി കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇറ്റാലിയൻ ഡിഷസിലൊക്കെ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ സൺഫ്ലവർ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ അല്ല യൂസ് ചെയ്യുക, ഒലിവ് ഓയിലാണ്. അപ്പോൾ നമുക്ക് ഒലിവ് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് സ്പെഗറ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് സ്പെഗറ്റി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ബാമ്പിനോടെ സ്പെഗറ്റിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡിൻ്റെ ആണോ ഉള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്പെഗറ്റി ചേർത്ത് ഇതൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് സ്പെഗറ്റി കുക്കായിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്കത് മുറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ സ്പെഗറ്റി കുക്കായി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ സ്പെഗറ്റി ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി ഈ കുക്കായിട്ടുള്ള സ്പെഗറ്റി നമുക്കൊരു സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ സ്പെഗറ്റിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി ഒരു നല്ല കുഴിയുള്ളൊരു കടായി എടുക്കുക. അതിലേക്ക് നമ്മൾ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒലിവ് ഓയിൽ ചേർക്കണം. ഇറ്റാലിയൻ ഡിഷസിലൊക്കെ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒലിവ് ഓയിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുക്കാക്കാനായിട്ട്. നല്ല ഫ്ലെയിമിലൊന്നിട്ട് ചെയ്യരുത്. ചെറിയ തീയിലിട്ടിട്ട് അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് കുക്കാക്കിയെടുക്കുക. അതായത് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ഒന്നുകിൽ സോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആ ഓയിൽ തന്നെ കിടന്ന് അത് ബ്രൗൺ കളറായിട്ട് മാറും. കരിയാതെ സൂക്ഷിക്കണേ.
ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് പാർസ്ലിയാണ്. പാർസ്ലി നിങ്ങൾക്ക് ഫ്രഷ് പാർസ്ലി കിട്ടുന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. ഇത് ഡ്രൈ പാർസ്ലിയാണ്, നമ്മൾ ഈ പിസയിലൊക്കെ ചേർക്കുന്ന ഒരു ഇതാണ്. അതും ചേർക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പാർസ്ലി കിട്ടുന്നുണ്ടെങ്കിൽ, പാർസ്ലി ലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങളത് പാർസ്ലിയുടെ ലീഫും ചേർത്ത് കൊടുക്കുക. ഇപ്പോഴല്ല, അത് അവസാനം ഫൈനലായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി കണ്ടില്ലേ, ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ചില്ലി ഫ്ലേക്സ്, അതായത് നമ്മുടെ മുളകില്ലേ, ഡ്രൈ മുളക്, അതായത് ഉണക്കമുളക്, അത് പൊടിച്ചത്, അത് ചില്ലി ഫ്ലേക്സ് ആണ്. നമ്മളത് ചേർത്ത് കൊടുക്കാം. നിങ്ങളിൽ മറ്റേ റെഡ് ചില്ലി ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഗ്രീൻ ചില്ലി പോലത്തെ ഒരു റെഡ് ചില്ലി ഉണ്ട്, അത് ഉണ്ടെങ്കിൽ അത് ഒരെണ്ണം ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാഞ്ഞ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു റെഡ് ചില്ലി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്പെഗറ്റിയിൽ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തത് കുരുമുളക് പൊടിയാണ്. കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്പെഗറ്റിയാണ്. അതും ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഓയിൽ അതെല്ലാം അതൊന്ന് പെരണ്ട് നിൽക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പാർസലിയുടെ ലീഫ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷ് പാർസലി ലീഫ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകിൻ്റെ പോലത്തെ റെഡ് ചില്ലി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അതും വഴറ്റുന്ന സമയത്ത് അതും ചേർത്ത് കൊടുക്കുക. പാർസലി ലീഫ് ലാസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം നമ്മുടെ ഡിഷ് റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഞാൻ കുറച്ചും കൂടി പാർസലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതിൽ ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിടണം. ഒരു 2 ക്യൂബ് ചീസ് ഗ്രേറ്റ് ചെയ്തിടുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അവസാനമായിട്ട് കുറച്ചുകൂടി ഒലിവ് ഓയിലും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പാഗറ്റി അഗ്ലിയോ ഒലിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, അതുപോലെ തന്നെ വളരെ
സിമ്പിളാണ്. ഇതൊരു ഇറ്റാലിയൻ ഡിഷാണ്. നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റ് അല്ല ഇതിനുള്ളത്. പക്ഷേ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഒരു നല്ല ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലത്തെ വെറൈറ്റിയുള്ള ഫുഡ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയൊരു പുതിയൊരു ഡിഷായിട്ട് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓടല്ലേ, വണ്ടി വരും. ഓടല്ലു. വാ, നീങ്ങി കിടക്കോ, വണ്ടി വൻ്റെ ഇല്ല, അങ്ങോട്ട് പോയി. വാ, നീങ്ങി കിടക്കോ, നീങ്ങി കിടക്കോ. അങ്ങനെ ഓടല്ലേ, വണ്ടിയൊക്കെ ചിലപ്പോൾ പെട്ടെന്ന് വരും. ഓടല്ലേ. നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, നീക്ക്. ദേ വരുന്നു മാവയുടെ വണ്ടി. മാവയുടെ സ്കൂൾ ബസ് വന്നേ. ദേ പോണു സ്കൂൾ ബസ്. ദേ വരുന്നു മാവയുടെ വണ്ടി. ദേ വരുന്നു മാവയുടെ വണ്ടി.